നിങ്ങളുടെ കുഞ്ഞ് ഇതുവരെയും സംസാരിച്ച് തുടങ്ങിയില്ല എന്നോർത്ത് പേടിയാവുന്നുണ്ടോ? ഒരു കാര്യം പറയട്ടെ, കുഞ്ഞിൻ്റെ സ്പീച്ച് ഡെവലപ്മെൻറ്റ് ഒരിക്കലും സംസാരത്തിൽ നിന്നല്ല തുടങ്ങുന്നത്. അതിനും എത്രയോ മുന്നെയാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഹലോ ഓൾ, ഞാൻ ഡോക്ടർ മീന, സൈക്യാട്രിസ്റ്റാണ്. അപ്പോൾ ഇന്ന് നമ്മൾ ഡീൽ ചെയ്യാൻ പോകുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു മൈൽ സ്റ്റോൺ ആണ്. അതായത് ജനനം മുതൽ 2 വയസ്സ് വരെയുള്ള കുഞ്ഞിൻ്റെ സ്പീച്ച് ഡെവലപ്മെൻറ്റ് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുവാണ് ഇന്നത്തെ വീഡിയോയിൽ. പുതിയ പേരൻസ് ഉണ്ടെങ്കിൽ സ്കിപ്പ് ചെയ്യാതെ അവസാനം വരെ കാണാം. ആദ്യത്തെ സ്റ്റേജ് എന്താണെന്ന് നോക്കാം. അതാണ് ക്രയിങ് അല്ലെങ്കിൽ കരയുക. കുഞ്ഞ് ജനിച്ചതിന് ശേഷം ഒരു 2 മാസം വരെ കരച്ചിലൂടെയാണ് എല്ലാം പേരൻസുമായിട്ടോ കെയർ ഗിവറുമായിട്ടോ പറയുന്നത്. നനവ് തട്ടുന്നത്, വിശക്കുന്നത്, ഉറക്കം വരുന്നത്, ഗ്യാസ് കയറിയിട്ട് ബുദ്ധിമുട്ടുണ്ടാകുന്നത് എല്ലാം കുട്ടി കൺവേ ചെയ്യുന്നത് കരച്ചിലൂടെയാണ്. അതുകൊണ്ട് തന്നെ ക്രയിങ് ആണ് ആദ്യമായിട്ടുള്ള കുഞ്ഞിൻ്റെ കമ്മ്യൂണിക്കേഷൻ മെത്തേഡായിട്ട് നമ്മൾ കാണേണ്ടത്. കരച്ചിൽ വരുന്ന ഏറ്റക്കുറച്ചിലുകൾ, കരയുന്ന രീതി, അതൊക്കെ തന്നെ ഒരു മാസം ആകുമ്പോഴത്തേക്കും കെയർ ടേക്കറും കുഞ്ഞുമായിട്ടുള്ള ബോണ്ടിങ് വഴി മനസ്സിലാക്കി എടുക്കാൻ പറ്റും. ഇനി രണ്ടാമത്തെ സ്റ്റേജാണ് കൂയിങ് എന്ന് പറയുന്നത്. ഇത് 2 മുതൽ 4 മാസം വരെയാണ് നമുക്ക് ഈ സ്റ്റേജ് കാണാൻ പറ്റുന്നത്. കൂയിങ് എന്ന് പറയുന്നത് കൂ എന്നുള്ളൊരു സൗണ്ട് ഉണ്ടാക്കുക, അല്ലെങ്കിൽ ആ എന്നുള്ള സൗണ്ട് ഉണ്ടാക്കുക. കുഞ്ഞ് നമ്മളോട് റെസ്പോണ്ട് ചെയ്യാൻ തുടങ്ങുന്നു. അവർ നമ്മുടെ മുഖത്ത് നോക്കി ചിരിക്കാൻ തുടങ്ങിയിരിക്കും. ഈ മാസം ആകുമ്പോഴത്തേക്കും ശ്രദ്ധ പിടിച്ചു പറ്റാൻ തുടങ്ങും, അതായത് അറ്റൻഷൻ സീക്കിങ് തുടങ്ങിയിട്ടുണ്ടാവും. ഇത് ബ്രെയിൻ ഡെവലപ്മെൻറ്റിൻ്റെ ആദ്യത്തെ സൈനായിട്ട് വേണം നമ്മൾ കണക്കാക്കാൻ. ഈ സമയത്ത് പേരൻസ് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, അവർ ഈ കുഞ്ഞിനോട് വീണ്ടും റെസ്പോണ്ട് ചെയ്യുക. ഇതുപോലെ കൂ എന്നൊരു സൗണ്ട് ഉണ്ടാക്കുമ്പോൾ വീണ്ടും സൗണ്ട് ഉണ്ടാക്കി കുഞ്ഞിനെ പ്രോത്സാഹിപ്പിക്കുക. 3ാമത്തെ സ്റ്റേജാണ് ബാബ്ലിംഗ് എന്ന് പറയുന്നത്. ഇത് 6 മാസം ആകുമ്പോഴാണ് തുടങ്ങുന്നത്. അതായത് ചെറിയ കൺസണൻസ് അല്ലെങ്കിൽ സൗണ്ട് ഉണ്ടാക്കാൻ തുടങ്ങുക. ബ, ക, ഗ, അങ്ങനെ ഓരോ സൗണ്ടായിട്ടായിരിക്കും വരുന്നത്. ഇത് കുഞ്ഞ് ആക്ച്വലി ഒരു മീനിങ്ങും അറിയാതെയാണ് ചെയ്യുന്നത്. കുഞ്ഞിൻ്റെ ലിപ്സ്, അതായത് ചുണ്ട്, നാവ്, ബ്രത്ത്, എയർവേയിൽ വരുന്ന ബ്രത്ത് സൗണ്ട്സ്, ഇതെല്ലാം കൂടി വെച്ചാണ് ആ സൗണ്ട് ഉണ്ടാക്കാൻ വേണ്ടി കുഞ്ഞ് ട്രൈ ചെയ്യുന്നത്. ഇത് ആക്ച്വലി ഒരു ലാംഗ്വേജ് പ്രാക്ടീസ് ചെയ്യുവാണ്. ഈ സമയത്ത് പറയുന്ന ബാ ബാ ബാ, അല്ലെങ്കിൽ ഡാ ഡാ ഡാ, ടാ ടാ ടാ, അങ്ങനത്തെ വാക്കുകളായിരിക്കും കുഞ്ഞ് റെപ്പിറ്റേറ്റീവായിട്ട് പറഞ്ഞുകൊണ്ടേയിരിക്കും. അപ്പോൾ നമ്മൾ വിചാരിക്കും കുഞ്ഞ് പപ്പാന്ന് വിളിച്ചു തുടങ്ങി, അല്ലെങ്കിൽ ഡാഡാന്ന് വിളിച്ചു തുടങ്ങിയെന്ന്. പക്ഷേ ആക്ച്വലി അങ്ങനെയല്ല. കുഞ്ഞ് ഇതിൻ്റെ മീനിങ് ഒന്നും അറിയാൻ പാടില്ല. കുഞ്ഞ് വെറുതെ ആ സംസാരം അവരത് പ്രാക്ടീസ് ചെയ്ത് നോക്കുകയാണ്. കമ്മ്യൂണിക്കേഷൻ അല്ലെങ്കിൽ ലാംഗ്വേജിനെ പ്രാക്ടീസ് ചെയ്ത് നോക്കുകയാണ്. അതുവഴി നമ്മുടെ സൗണ്ടിൻ്റെ വോളിയം, പിച്ച്, ഇൻറ്റൻസിറ്റി അതൊക്കെ കുഞ്ഞ് പഠിക്കുവാണ് ഈ സ്റ്റേജിൽ നടക്കുന്നത്. സമയത്ത് പേരൻസ് ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ, കുഞ്ഞുമായിട്ട് കുറേ അധികം സംസാരിക്കുക. കുഞ്ഞിന് മനസ്സിലാവണം എന്നില്ല, കുഞ്ഞിത് ഒരിക്കലും മനസ്സിലാക്കാൻ പോകുന്നില്ല. പക്ഷേ നിങ്ങൾ ഡെയിലി ചെയ്ത കാര്യങ്ങളോ കഥ പുസ്തകങ്ങൾ വായിക്കുകയോ പാട്ട് റൈമായിട്ട് ചൊല്ലിക്കൊടുക്കുകയോ എന്താണെങ്കിലും കുറേ അധികം സംസാരം കുഞ്ഞുമായിട്ട് നടത്തുക. അതുവഴി കുഞ്ഞിന് ഇൻട്രാക്ഷൻ ചെയ്യണം. ഇങ്ങനെയാണ് ലാംഗ്വേജ്, ഇങ്ങനെയൊക്കെയാണ് സൗണ്ട്സ് ഉള്ളത് എന്നത് കുഞ്ഞിന് ഇൻട്രൊഡ്യൂസ് ആയി വരും. അതുപോലെ ഓരോ വട്ടം സംസാരിക്കുമ്പോഴും ഐ കോണ്ടാക്റ്റ് മെയിൻറ്റെയിൻ ചെയ്യാൻ ശ്രദ്ധിക്കുക. 4ാമത്തെ സ്റ്റേജാണ് ജെസ്റ്റേഴ്സ് എന്ന് പറയുന്നത്. അത് 9 മുതൽ 12 മാസം ആകുമ്പോഴാണ് കുഞ്ഞ് തുടങ്ങുന്നത്. ചില കുട്ടികളിൽ ഇത് നേരത്തെ തന്നെ സ്റ്റാർട്ട് ചെയ്യും. എന്നാലും 9 മുതൽ 12 മാസത്തിലാണ് പ്രകടമായിട്ടും കുഞ്ഞ് ജെസ്റ്റേഴ്സ് ഉപയോഗിച്ച് തുടങ്ങുന്നത്. ജെസ്റ്റേഴ്സ് എന്ന് പറഞ്ഞാൽ സിംപ്ലി വേവിങ് ആവാം, അല്ലെങ്കിൽ പോയിൻറ്റിങ് ആവാം, അല്ലെങ്കിൽ ക്ലാപ്പിംഗ് ആകാം, അല്ലെങ്കിൽ പേര് വിളിച്ചാൽ തിരിഞ്ഞു നോക്കുന്നത്, അതുപോലെ ഹൈഫൈ ചെയ്യുന്നത്, കിസ് ബ്ലോ ചെയ്യുന്നത്, ഇതെല്ലാം ജെസ്റ്റേഴ്സിൻ്റെ ഓരോ തരങ്ങളാണ്. ഈ ജെസ്റ്റേഴ്സ് ചെയ്യുന്നത് വഴി കുഞ്ഞ് കമ്മ്യൂണിക്കേഷൻ ഇനിഷ്യേറ്റ് ചെയ്യാനും അതുപോലെ ഇൻറ്റൻഷൻ എക്സ്പ്രസ് ചെയ്യാനും, കുഞ്ഞിൻ്റെ മനസ്സിലുള്ള ഇൻറ്റൻഷൻ എക്സ്പ്രസ് ചെയ്യാനും കുഞ്ഞിന് സാധിക്കുന്നു. സോഷ്യൽ ബോണ്ടിങ്ങും അതുപോലെ ജോയിൻറ്റ് അറ്റൻഷനും ടേൺ ടേക്കിംഗ് എന്നിവയൊക്കെയാണ് ഇതുവഴി കുഞ്ഞിന് പഠിക്കുന്നത്. ഈ ജെസ്റ്റേഴ്സിനെ പറ്റിയിട്ട് ഉള്ളൊരു ലോങ് വീഡിയോ ഞാൻ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം, വേണ്ടവർ കയറി ചെക്ക് ചെയ്യുക. ഈ സമയത്ത് ഇമിറ്റേഷൻ, അതായത് കുഞ്ഞ് ചെയ്യുന്നത് ഇമിറ്റേറ്റ് ചെയ്യുക, അതുപോലെ കുഞ്ഞിനെ കളികളിൽ ഏർപ്പെടുത്തുക, കുഞ്ഞുമായിട്ട് കുറേ പാട്ട് പാടുക, കഥ പറയുക, കുഞ്ഞിനോട് കുറേ അധികം സമയം ചിലവഴിക്കുക. അപ്പോൾ ഇനി അടുത്ത സ്റ്റേജ് 5 എന്ന് പറയുന്നതാണ് ഫസ്റ്റ് വേർഡ്സ് എന്ന് പറയുന്നത്. അത് 9 മുതൽ 12 മാസത്തിലാണ് സംഭവിക്കുന്നത്. ഏതൊരു പേരൻറ്റിനെ വെച്ചിട്ടും ഇതാണ് ഏറ്റവും മാജിക്കലായിട്ടുള്ള ഒരു പീരീഡ് എന്ന് പറഞ്ഞാൽ. അവർ കാത്തിരുന്ന സമയം ഇതാണ്. ആ സ്പെഷ്യൽ ഒക്കേഷനാണത്. കുഞ്ഞിൻ്റെ ആദ്യത്തെ വാക്ക്, അതിനി എത്രാമത്തെ തവണ പേരൻ്റ് ആയാലും അത് എത്രാമത്തെ കുട്ടിയായാലും കുഞ്ഞിൻ്റെ ആദ്യത്തെ വാക്ക് എന്ന് പറയുന്നത് പേരൻറ്റിന് വളരെ വളരെ സ്പെഷ്യലായിട്ടുള്ള കാര്യം തന്നെയായിരിക്കും. അവരിത് 9 മാസം ആകുമ്പോഴേക്കും ആദ്യത്തെ വാക്ക് പറഞ്ഞു തുടങ്ങുമെങ്കിലും അത് ആക്ച്വലി മീനിങ് അറിയാണ്ട് വലിയവരെ ഇമിറ്റേറ്റ് ചെയ്യുവാണ് കുഞ്ഞ് ചെയ്യുന്നത്. എന്നാൽ കുറച്ച് കഴിയുമ്പോഴത്തേക്കും അവർ മീനിങ് മനസ്സിലാക്കി, അതായത് അർത്ഥം ഉൾക്കൊണ്ടുകൊണ്ട് വാക്കുകൾ പറയാനായിട്ട് തുടങ്ങും. അതൊരു 12 മാസം കഴിയുമ്പോഴത്തേക്കും അങ്ങനെ തന്നെ സ്റ്റാർട്ട് ചെയ്യും. ഈ സ്റ്റേജിൽ പേരൻസ് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, കുറേ അധികം വേർഡ്സ് പുതിയതായിട്ട് പറഞ്ഞു കൊടുക്കുക. ഓരോന്ന് ചൂണ്ടിക്കാണിച്ച് അതിനെ എക്സ്പ്ലെയിൻ ചെയ്ത് പറഞ്ഞു കൊടുക്കുക. അപ്പോൾ പുതിയ വേർഡ്സ് ഓരോ ഡേയ്സ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് വഴി കുഞ്ഞ് അതെല്ലാം ക്യാച്ച് ചെയ്ത് അവരുടെ മെമ്മറിയിൽ സൂക്ഷിക്കുകയാണ് ചെയ്യുന്നത്. ഇനി അടുത്തത് 12 മുതൽ 18 മാസം വരെയുള്ള സമയമാണ്. ആ സമയത്ത് കുഞ്ഞ് ഇതുപോലെ
പറയുന്നതൊന്നും ക്ലിയർ ആവണമെന്നില്ല, പക്ഷേ ഇങ്ങനെ കെയർ ഗീവറിനും അതുപോലെ അമ്മയ്ക്കോ അച്ഛനും പേരൻസിനും കുഞ്ഞ് പറയുന്നത് എന്താണെന്ന് മനസ്സിലാകും. കാരണം ബലൂൺ, ബോൾ എല്ലാത്തിനും കുഞ്ഞ് ചിലപ്പോൾ ബാ എന്നായിരിക്കും പറയുന്നത്. അമ്മ പപ്പ അല്ലെങ്കിൽ അമ്മ അച്ഛ എന്നുള്ള കുഞ്ഞു കുഞ്ഞു വാക്കുകൾ മാത്രമായിരിക്കും കുഞ്ഞ് ഈ സമയത്ത് പറഞ്ഞു തുടങ്ങിയിട്ടുണ്ടാവുക. ഈ 18 മാസം വരെയുള്ള സമയത്ത് കുഞ്ഞൊരു 20 വേർഡ്സ് എങ്കിലും കാണാതെ പറഞ്ഞിരിക്കണം. അതായത് 20 വേർഡ്സ് കുഞ്ഞിന് ഫെമിലിയറൈസ് ആയിരിക്കണം. അതുപോലെ കുഞ്ഞ് നമ്മൾ പറയുന്ന ഡയറക്ഷൻസ് എല്ലാം അനുസരിക്കൂ. കുഞ്ഞ് ആ സാധനം എടുത്ത് കൊണ്ടുവരൂ, ആ സാധനം എടുത്ത് കൊടുക്കൂ എന്ന് പറയുന്ന കുഞ്ഞു കുഞ്ഞു ഡയറക്ഷൻസും കുഞ്ഞ് ഈ സമയത്ത് അനുസരിച്ച് തുടങ്ങുന്നതായിരിക്കും. ഇനി അടുത്ത സ്റ്റേജാണ് 18 മാസം മുതൽ 2 വയസ്സ് വരെ. അതായത് 18 മാസം മുതൽ 24 മാസം വരെയുള്ള സമയം. ഇത് ആക്ച്വലി ഒരു എക്സ്പ്ലോഷനാണ്. ഇവിടെ ഒരു മൈൽ സ്റ്റോൺ, ഒരു ഡെവലപ്മെൻറ്റൽ എക്സ്പ്ലോഷനാണ് നടക്കുന്നത്. വൊക്കാബുലറി ഭയങ്കര ഫാസ്റ്റായിട്ടാണ് ഡെവലപ്പ് ആവുന്നത്. നമ്മൾ ഓരോ വാക്കുകൾ, തിരിച്ചറിയാൻ പറ്റാത്ത വാക്കുകൾ സംസാരിച്ചുകൊണ്ടിരുന്ന കുട്ടി പെട്ടെന്ന് 2 വാക്കുകൾ കൂട്ടിച്ചേർത്ത് പറയാനായിട്ട് തുടങ്ങും. അതുമല്ല, ഒരു സ്ട്രേഞ്ചറിന്, പുറത്തു നിന്നുള്ള ആളിന് വാക്കുകൾ കേട്ടാൽ മനസ്സിലാകാനും തുടങ്ങുന്നതായിരിക്കും. ഇതിൻ്റെ മെമ്മറി, അണ്ടർസ്റ്റാൻഡിങ്, അതുപോലെ റെസ്പോൺസ്, അതിൻ്റെ എക്സ്പ്രഷൻ അല്ലെങ്കിൽ ഇമോഷൻ, ഇതെല്ലാം കൂടി ഒരുമിച്ച് കൂട്ടി കുഞ്ഞ് എക്സ്പ്രസ് ചെയ്യാൻ പഠിക്കുന്നതായിരിക്കും. അല്ലെങ്കിൽ ലാംഗ്വേജിൽ അത് കൊണ്ടുവരാൻ കുഞ്ഞ് ശ്രമിക്കുന്നതായിരിക്കും. ഇനി പൊതുവേ ഉള്ളൊരു പേരൻസിൻ്റെ സംശയം എന്താണെന്ന് വെച്ചാൽ, സ്പീച്ച് ഡിലേ എന്താണ്, എപ്പോഴാണ് നമ്മളൊരു കുഞ്ഞിന് സ്പീച്ച് ഡിലേ എന്ന് പറയാൻ പറ്റുന്നത് എന്നുള്ളതാണ്. ഒരു കാര്യം മനസ്സിലാക്കണം, അതായത് ഓരോ കുഞ്ഞും അവരുടെ സമയം എടുത്തുകൊണ്ടായിരിക്കും ഡെവലപ്മെൻറ്റൽ ഫേസിലൂടെ പോകുന്നത്. ചിലർ നേരത്തെ ഒരു സ്റ്റേജിലെത്തിയെന്ന് വരാം, ചിലർ താമസിച്ചായിരിക്കും ആ സ്റ്റേജിലെത്തുന്നത്. അതൊന്നും തന്നെ പക്ഷേ സ്പീച്ച് ഡിലേ ആയിട്ട് പറയാൻ പറ്റത്തില്ല. ചില കുട്ടികൾ വളരെ താമസിച്ച് തുടങ്ങുമെങ്കിലും അത് അവർ പിന്നെ ക്യാച്ചപ്പ് ചെയ്തോളും. അതൊരിക്കലും സ്പീച്ച് ഡിലേ ആയിട്ട് കൂട്ടാൻ പറ്റത്തില്ല. ഇനി എപ്പോഴാണ് നമ്മൾ ശ്രദ്ധിച്ച് തുടങ്ങേണ്ടത് എന്ന് പറയാം. അതായത് 6 മാസമായിട്ട് ബാബ്ലിങ് കാണിക്കുന്നില്ല, 12 മാസമായിട്ട് കുഞ്ഞ് ജെസ്റ്റേഴ്സ് ഒന്നും ഇതുവരെയും ചെയ്തു തുടങ്ങിയിട്ടില്ല, കുഞ്ഞ് പോയിൻറ്റ് ചെയ്യുന്നില്ല, കുഞ്ഞ് പേര് വിളിച്ചാലൊന്നും റെസ്പോണ്ട് ചെയ്യുന്നില്ല എന്നാണ്. 16 മാസമായിട്ട് ഒരു വാക്ക് പോലും കുഞ്ഞ് ഉച്ചരിച്ചിട്ടില്ല. 2 വയസ്സ് കഴിഞ്ഞ് 2.5 വയസ്സായിട്ടും കുഞ്ഞ് 2 വേർഡ്സ് കൂട്ടി ഒരു സെൻറ്റൻസ് പറഞ്ഞ് തുടങ്ങിയിട്ടില്ല. അങ്ങനെയൊക്കെ ആണെങ്കിൽ നമുക്ക് കുറച്ച് വറി ചെയ്യേണ്ടതായിട്ടുണ്ട്. ഏറ്റവും കൂടുതൽ നമ്മൾ പേരൻസ് ശ്രദ്ധ കൊടുക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ, ഈ പറയുന്ന കാര്യങ്ങളൊക്കെ ഡിലേയ്ഡാണ്. അതിൻ്റെ കൂടെ അതായത് ബാബ്ലിങ് ഇല്ല, ജെസ്റ്റേഴ്സ് ഇല്ല, വേർഡ്സ് പറഞ്ഞ് തുടങ്ങിയിട്ടില്ല, സെൻറ്റൻസസ് ഫോം ചെയ്യുന്നില്ല, അതിൻ്റെ കൂടെ ഐ കോണ്ടാക്റ്റ് ഇല്ല, കുഞ്ഞ് ഐ കോണ്ടാക്റ്റ് മെയിൻറ്റെയിൻ ചെയ്യുന്നില്ല, കുഞ്ഞ് പേര് വിളിച്ചാൽ തിരിഞ്ഞു നോക്കുന്നില്ല, റെസ്പോൺസ് ഇല്ല. അങ്ങനെയാണെങ്കിൽ നമ്മൾ ഓട്ടിസം ഫീച്ചേഴ്സിനെ സംശയിക്കേണ്ടിയിരിക്കുന്നു. എന്നാൽ വളരെ വൈകാതെ തന്നെ പെട്ടെന്നൊരു പീഡിയാട്രീഷ്യനെ കാണിക്കുന്നത് അനിവാര്യമാണ്. ഇനി ടിപ്സ് ഫോർ പേരൻസ് ഈ സ്റ്റേജിൽ സ്പീച്ച് ഡെവലപ്മെൻറ്റിനായിട്ട് പേരൻസ് എന്താണ് ചെയ്യേണ്ടത്? ആക്ച്വലി പേരൻസിൻ്റെ റോള് വളരെ വലുതാണ്. നിങ്ങൾ സംസാരിച്ചുകൊണ്ടേയിരിക്കുക കുഞ്ഞിനോട്. കാരണം നിങ്ങൾ പറയുന്ന ഓരോ വാക്കുകളും കുഞ്ഞിൻ്റെ മൈൻഡിൽ രജിസ്റ്റർ ആവുന്നുണ്ട്. അത് സ്റ്റോർ ചെയ്ത് അത് പിന്നെ വൊക്കാബുലറി ഡെവലപ്മെൻറ്റിന് കുഞ്ഞിനെ വളരെയധികം ഹെൽപ്പ് ചെയ്യും. അതുകൊണ്ട് ഇഷ്ടംപോലെ സംസാരിക്കുക. കുഞ്ഞിന് മനസ്സിലാവുന്നില്ല എന്നാണ് പറയുന്നതെങ്കിലും സംസാരിക്കുക. പിന്നെ സ്ക്രീൻ ടൈം കുറയ്ക്കുക. TV, മൊബൈൽസ്, ടാബ്ലറ്റ്സ് ഇതിൻ്റെയൊക്കെ ഉപയോഗം വളരെയധികം കുറയ്ക്കുക. കുഞ്ഞിന് ഒട്ടും കഴിവതും കാണിക്കുക. 2 വയസ്സ് വരെയുള്ള കുഞ്ഞുങ്ങൾക്ക് കഴിവതും സ്ക്രീൻ ടൈം കുറയ്ക്കുക എന്ന് മാത്രമാണ് ഉപദേശിക്കാനുള്ളത്. പിന്നെ ഇമിറ്റേറ്റ് ചെയ്യുമ്പോൾ പ്രോത്സാഹിപ്പിക്കുക. കുഞ്ഞെന്തെങ്കിലും തനിയെ ചെയ്തു തുടങ്ങിയാൽ അതിനെ പ്രോത്സാഹിപ്പിക്കുക. പ്രോത്സാഹനം വളരെയധികം യൂസ്ഫുള്ളാണ് ഈ ഒരു സ്റ്റേജിലൊക്കെ. ബിക്കോസ് സ്പീച്ചിൻ്റെ കാര്യത്തിൽ പ്രത്യേകിച്ചും ഭയങ്കര യൂസ്ഫുള്ളാണ് പ്രോത്സാഹനം എന്ന് പറഞ്ഞാൽ. പിന്നെ എന്തെങ്കിലും പറഞ്ഞു കൊടുക്കുകയാണ്, പാട്ട് പാടി കൊടുക്കുകയാണെങ്കിൽ റൈംസ് യൂസ് ചെയ്യുക. ഇപ്പോൾ ഒരു ഫ്ലോയിലോ ഒരു ഋതത്തിലോ ഒക്കെ പാടിക്കൊടുത്താൽ കുഞ്ഞ് പെട്ടെന്ന് അത് അബ്സോർബ് ചെയ്യുന്നതായിരിക്കും. ഇന്നത്തെ വീഡിയോ ഇഷ്ടമാണെന്ന് വിശ്വസിക്കുന്നു. ആക്ച്വലി കമ്മ്യൂണിക്കേഷൻ വളരെ ഇമ്പോർട്ടൻറ്റ് ഫേസാണ് കുഞ്ഞുങ്ങളുടെ. അത് പ്രോപ്പർ രീതിയിൽ ആദ്യം നമുക്ക് പേരൻസ് എന്ന നിലയിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ കുഞ്ഞിനത് ഭയങ്കര ഹെൽപ്ഫുള്ളായിരിക്കും. അപ്പോൾ ആദ്യത്തെ ഈ 1 വയസ്സ് 2 വയസ്സ് എന്നുള്ളത് ബ്രെയിൻ ഡെവലപ്മെൻറ്റിൻ്റെ പീക്കായിട്ടുള്ള ടൈം തന്നെയാണ്. അപ്പോൾ ഈ സമയത്ത് എത്രത്തോളം നമ്മൾ ബൂസ്റ്റ് ചെയ്യുന്നോ അത്രത്തോളം കുഞ്ഞ് എനർജറ്റിക് ആയിരിക്കും പിന്നീടുള്ള ആക്ടിവിറ്റീസിൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോസ് യൂസ്ഫുള്ളാണ്, ഹെൽപ്ഫുള്ളായി എന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും ഇതുപോലുള്ള മൈൽ സ്റ്റോൺ വീഡിയോസുമായിട്ട് ഞാൻ വരുന്നതായിരിക്കും. ഫോളോ ഫോർ മോർ വീഡിയോസ്. ബൈ.